ഇന്നത്തെ നമ്മുടെ യാത്ര അയ്യമ്പാറയിലേക്കാണ്. നമ്മൾ ആദ്യം ഭരണങ്ങാനം റൂട്ട് വഴി ഈരാറ്റുപേട്ട എത്തുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമൺ റൂട്ടിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് അയ്യമ്പാറയിലേക്കുള്ള യാത്രയാണ്. അയ്യമ്പാറ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. എന്നാണെങ്കിലും നമുക്ക് നേരെ അയ്യമ്പാറയിലേക്ക് പോകാം. പോകുന്ന വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ വളരെ മനോഹരമായ വഴികളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ മീനച്ചിലാറിൻ്റെ മുകളിലൂടെയുള്ള പാലമാണ് ക്രോസ് ചെയ്യുന്നത്. ഈ പാലം ക്രോസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഇടതുവശത്ത് കാണുന്നത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഉള്ളിലോട്ട് കയറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് തന്നെ വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയുണ്ട്. നമ്മുടെ അൽഫോൻസാമ്മയുടെ ഒരു കബറിടവും എല്ലാമുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് ഭരണങ്ങാനം പള്ളി. നമ്മൾ ആ പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ ഈ വഴി നേരെ ചെന്നിട്ട് നമ്മളെ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത്. ഈ വരുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാലാണ് നമുക്ക് ഭരണങ്ങാനം അൽഫോൻസാമ്മയുടെ പള്ളിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ എന്താണെങ്കിലും നേരെ അയ്യമ്പാറയിലേക്കാണ് നമ്മുടെ യാത്ര. കൂടുതൽ മനോഹരമായ കാഴ്ചകളിലൂടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ വഴികളിലൂടെയുമുള്ള ഒരു യാത്രയാണ്. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത നല്ല തണൽ വിരിച്ച റബ്ബർ മരങ്ങളും എല്ലാമുള്ള ഒരു മനോഹരമായ വഴിയാണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയാലാണ് അൽഫോൻസാമ്മയുടെ പള്ളിയുള്ളത്. നമ്മളിവിടുന്ന് റൈറ്റ് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഈരാറ്റുപേട്ട ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഈരാറ്റുപേട്ട ടൗൺ. നമ്മൾ ഈ ടൗണിൽ നിന്നും ചെറിയൊരു ഷോർട്ട് കട്ട് എടുത്താണ് വാഗമൺ റൂട്ടിലേക്ക് പോകുന്നത്. ഈരാറ്റുപേട്ടയിലെ വലിയ പാലം കയറാതെ അതിന് തൊട്ട് മുമ്പുള്ള ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഈ വഴി നമുക്ക് തൊടുപുഴ അതുപോലെ തന്നെ വാഗമൺ എല്ലാം പോകാനായിട്ട് ഉള്ള വഴിയാണ്. നമ്മളിപ്പം പാസ് ചെയ്തത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനാണ്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് നേരെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ജംഗ്ഷൻ കാണാൻ സാധിക്കും. ഈ ജംഗ്ഷനിൽ നിന്നുമാണ് നമുക്ക് ഇടത്തേക്ക് തിരിയേണ്ടത്. ഇവിടെ നിന്ന് നേരെ പോയാൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ് അങ്ങനെയുള്ള സ്ഥലത്തേക്കെല്ലാം പോകാൻ സാധിക്കും. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഇത് തൊടുപുഴ റൂട്ടാണ്. തൊടുപുഴ റൂട്ടിൽ നേരെ ചെന്ന് നമ്മൾ ആദ്യം കാണുന്ന ആ റൈറ്റിലേക്കുള്ള വഴി തിരിയുമ്പോൾ ആ പാലം കയറി ഇറങ്ങി നേരെ പോകുന്നത് വാഗമണിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് റൂട്ടാണ്. ഈ റൂട്ട് വഴി പോകുമ്പോൾ നമുക്ക് വളരെ ട്രാഫിക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം ദൂരവും കുറവുണ്ടെന്നാണ് തോന്നുന്നത്. ഏകദേശം എന്താണെങ്കിലും വളരെ നല്ല റോഡാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വാഗമണിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് തിരിയേണ്ടത്. ഈ റൈറ്റ് തിരിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ വഴി
കുറച്ച് മോശമാവുന്നുണ്ട്. റൂട്ടിലേക്ക് നമ്മുടെ വാഗമൺ റോഡ് വഴി കുറച്ച് മോശമാണ് ഇപ്പോൾ നിലവിൽ. എന്നിരുന്നാലും യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. നമ്മളെന്താണെങ്കിലും നേരെ വാഗമൺ റൂട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഷോർട്ട് കട്ട് റോഡാണ്. ഇത് നേരെ ചെല്ലുന്ന റോഡാണ്. വാഗമൺ റൂട്ടിലേക്ക് ചെന്നിറങ്ങുന്ന വഴിയാണിത്. ഈ വഴി നേരെ ചെന്ന് നമ്മൾ വാഗമൺ റൂട്ടിൽ ചെല്ലുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ വാഗമൺ റൂട്ടിൽ യാത്ര ചെയ്ത് ഏകദേശം 4-5 കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും അടുത്ത ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ അയ്യമ്പാറയിലേക്കുള്ള യാത്ര എത്തിച്ചേരുന്നത്. ഈ ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത്. ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈരാറ്റുപേട്ട ടൗണിലേക്ക് എത്തും. നമ്മൾ ടൗൺ അവോയ്ഡ് ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് നേരെ യാത്ര തുടരാം. നമ്മളങ്ങനെ വാഗമൺ റൂട്ടിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയേണ്ടത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് അയ്യൻപാറയ്ക്കുള്ളത്. ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും ഒരു പാലം കയറി ഇറങ്ങി നേരെ യാത്ര ചെയ്താൽ നമുക്ക് അയ്യൻപാറയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതെല്ലാം ഗ്രാമീണ വഴികളാണ്. വളരെ ചെറിയ വഴികളാണ്, എന്നിരുന്നാലും നല്ല വഴികളാണ്. നമുക്ക് ഈ വഴി നേരെ ഏകദേശം ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് അയ്യമ്പാറയ്ക്കുള്ളത്. ഈ വഴി നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് തിരിയണം. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് അയ്യമ്പാറ റൂട്ടിലേക്ക് പോകാനുള്ളത്. വളരെ ചെറിയ റോഡാണ്, നാരോ റോഡാണ്. അതുപോലെ തന്നെ വഴിയാണെങ്കിലും നല്ല കയറ്റമാണ്. വളരെ സൂക്ഷിച്ച് വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മൾ നേരെ അയ്യമ്പാറയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ നമ്മൾ ഈ കയറ്റമെല്ലാം കയറി അയ്യമ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊരു പള്ളിയാണ്. ഈ പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ പാറയ്ക്കാണ് അയ്യമ്പാറ എന്ന് പറയുന്നത്. ഇവിടെ ഒരു അയ്യപ്പൻ സ്വാമിയുടെ ഒരു അമ്പലവും മറ്റുമുണ്ട്. നമ്മളെന്താണെങ്കിലും ഈ പാറ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിൽ നേരെ നടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടീ സ്റ്റോളുണ്ട്. ഇവിടെ ഐസ്ക്രീം, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ് എല്ലാം ഇവിടെ ലഭ്യമാണ്. ഈ നേരെ കാണുന്ന വ്യൂ ആണ് അയ്യമ്പാറയുടെ മനോഹരമായ വ്യൂ. ഇവിടെ നിന്ന് നമുക്ക് ഈരാറ്റുപേട്ട, പാല, ഭരണങ്ങാനം അങ്ങനെയുള്ള ടൗണുകളെല്ലാം കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ് ഈ പാറപ്പുറം. ഇതുവഴി നടക്കാനും വളരെ രസകരമായിട്ടുള്ള നല്ല കാറ്റുണ്ട്. നല്ല തണുപ്പേറിയ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. വളരെ സൂക്ഷിച്ച് മാത്രം ഇതിൽ നടക്കാൻ പാടുള്ളൂ. സ്ലിപ്പറി അല്ല, എന്നാൽ പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ വളരെ താഴേക്ക് പോയാൽ വലിയ ഗർത്തമാണ്. അതിനാൽ ഇതുവഴി നമുക്ക് നടക്കാൻ നല്ല രസമാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രം നടക്കാൻ ശ്രമിക്കാം. ഇതുവഴി നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ പാറയുടെ അറ്റത്തേക്ക് പോകാൻ ശ്രമിക്കരുത്. ഒരു പരിധിവരെയും ഡിസ്റ്റൻസ് ഇട്ട് മാത്രം നമ്മൾ നിൽക്കുക. എന്തെങ്കിലും കാരണവശാൽ ഇവിടെ നിന്ന് ഗ്രിപ്പ് നമുക്ക് സ്ലിപ്പായി പോവുകയാണെങ്കിൽ വളരെ താഴ്ചയേറിയ ഘട്ടമാണ് താഴെ.
അങ്ങോട്ടേക്കൊന്നും അപകടങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. എന്നിരുന്നാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഈ കയറ്റം കയറി നമ്മൾ മുകളിലോട്ട് ചെന്നാൽ തന്നെ അവിടെ നല്ല വ്യൂ ഉണ്ട്. ഇതിന് താഴെ വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് ഡേഞ്ചറാണ്. അതിനാൽ ഞാൻ അതിൻ്റെ വീഡിയോയും കാണിക്കുന്നില്ല. നിങ്ങളാരെയും അങ്ങോട്ടേക്ക് പോകണമെന്നും ഞാൻ പറയില്ല. വളരെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. പരമാവധി അങ്ങോട്ടേക്കുള്ള യാത്രകൾ അവോയ്ഡ് ചെയ്യുക. ഇവിടെ പാറപ്പുറത്ത് നിന്ന് മാത്രം വ്യൂകൾ കാണുക, തിരിച്ചു പോകാൻ ശ്രമിക്കുക. അതായത് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ അയ്യമ്പാറ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് പോവുകയാണ്. ഈ ഇവിടുത്തെ ഏതാനും ചില മനോഹരമായ ദൃശ്യങ്ങളും കൂടെ ഒപ്പിയെടുത്ത് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഇന്നത്തെ അയ്യമ്പാറ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.